നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് സർക്കാരും മില്ലുടമകളും രണ്ട് തട്ടിലാണ്. മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷം മന്ത്രിമാർ ആരും വിളിച്ചില്ല എന്നതാണ് മില്ലുടമകളുടെ പരാതി. നെല്ല് സംഭരിക്കാൻ ജൂൺ മാസം മുതൽ സപ്ലൈകോയെ ബന്ധപ്പെട്ടിരുന്നുവെന്നും എന്നാൽ സർക്കാർ മറുപടി നൽകിയില്ല എന്നും കുറ്റപ്പെടുത്തലുണ്ട്. പുതിയതായി ഒരു ഡിമാൻഡും ഇല്ല, ഒരു ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾക്ക് തന്നത് തന്നെന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ച് തരാമെന്ന് പറഞ്ഞു. കുറച്ച് തന്നാലും കാര്യം നടക്കില്ല. ഈ 64 കിട്ടിയാലും മില്ല് രക്ഷപ്പെടില്ല. എന്നാലും ഞങ്ങൾ തുടങ്ങാൻ തയ്യാറാണ്. ഇന്ന് വിളിച്ചു പറഞ്ഞ മന്ത്രിമാർ വിളിച്ചോന്ന് ചോദിച്ചു, ചോദ്യത്തിന് മറുപടി ഇന്നുവരും വിളിച്ചിട്ടില്ല. അതിനിടെ മില്ലുടമകളെ തള്ളി മന്ത്രി GR അനിൽ രംഗത്തെത്തി. താനും ഉദ്യോഗസ്ഥരും ഉടമകളുമായി സംസാരിച്ചിരുന്നു, ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണ്. കർഷകരെയും സർക്കാരിനെയും തെറ്റിക്കാൻ ഗൂഢശ്രമം നടക്കുന്നുണ്ട്. ഏറ്റെടുത്ത നെല്ലിന്റെ വില ഈ ആഴ്ച തന്നെ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെൻറ് സെക്രട്ടറി അതിൻ്റെ സംഘടനാ നേതാക്കന്മാരെ പലതവണ വിളിച്ചു. മന്ത്രി എന്ന നിലയിൽ ഞാൻ നേരിട്ട് വിളിച്ചാൽ വരുമെങ്കിൽ നാളെ രാവിലെയും ഇന്ന് വൈകുന്നേരത്ത് വീണ്ടും വിളിക്കാം. ഒരുമിച്ചിരിക്കാൻ ഞങ്ങൾക്കൊരു അസൗകര്യമില്ല. നെല്ല് സംഭരണത്തിൽ സഹകരിക്കാവുന്ന മില്ലുകളുമായി ചർച്ച നടത്തി. അവർ ഇതേ ആവശ്യമായി നിൽക്കുന്ന ആളുകൾ തന്നെ. പക്ഷേ കർഷകൻ്റെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അവർ സഹകരിക്കാൻ തയ്യാറായി. എടുത്ത നെല്ലിൻ്റെ പൈസ PRS വായ്പ തയ്യാറാക്കാൻ അടുത്ത തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് കൃഷിക്കാരൻ്റെ കയ്യിൽ പണം എത്തുന്ന ഒരു സാഹചര്യം ഗവൺമെൻറ് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ കർഷകനെ സഹായിച്ച് കർഷകനെ ബന്ധുവാക്കുന്ന പ്രവർത്തനങ്ങളെ എങ്ങനെ പൊളിക്കാം എന്ന ഗൂഢമായ രാഷ്ട്രീയ ചിന്തയാണ് ഇത്തരം മില്ലുടമകൾ ചിലർ നടത്തുന്നത് എന്ന് പറയേണ്ടി വരികയാണ്. MG പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഇതിൽ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ, ഈ പ്രതിസന്ധിക്കൊരു പരിഹാരമില്ലേ? അനുജ, നെല്ല് സംഭരണത്തിൽ പ്രതിസന്ധി ഒഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വിഭാഗം മില്ലുടമകൾ ഈ സർക്കാരുമായി സഹകരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും 40ഓളം മില്ലുടമകളാണ് സംസ്ഥാനത്തുള്ളത്. അതിൽ 2-3 ഈ മില്ലുടമകൾ മാത്രമാണ് ഇപ്പോൾ സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി കർഷകരെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ സർക്കാർ കൃത്യമായൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തുന്നില്ല എന്നതാണ് മില്ലുടമകൾ പ്രധാനമായും പറയുന്നത്. നേരത്തെ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ കൃത്യമായ ഉറപ്പുകൾ മില്ലുടമകൾക്ക് സർക്കാർ നൽകിയിരുന്നു. പക്ഷേ അതിനുശേഷം കൃത്യമായൊരു ഫോളോ അപ്പുകൾ മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നതാണ് മില്ലുടമകൾ കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ ഈ മില്ലുടമകളുടെ ഈ നിലപാടിനെ പൂർണ്ണമായും തള്ളുകയാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ. ഈ കർഷകരെ ഈ തെറ്റിദ്ധരിപ്പിക്കാനും ചില ശ്രമങ്ങൾ മില്ലുടമകളുടെ ഭാഗത്ത് നിന്ന് നടത്തുന്നു എന്നതാണ് മന്ത്രി പ്രധാനമായും പറയുന്നത്. കുറഞ്ഞ വിലയ്ക്ക് നെല്ല് ശേഖരിക്കാൻ കർഷകരെ സമ്മർദ്ദപ്പെടുത്തുകയാണ് ചില മില്ലുടമകൾ ചെയ്യുന്നത് എന്നതാണ് മന്ത്രി പ്രധാനമായും പറയുന്നത്. ഈ പലതവണ ഈ മില്ലുടമകളുമായി ചർച്ച നടത്തിയിരുന്നു. ഇനിയും ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ് എന്ന് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ഒപ്പം ഈ 24 ലോഡ് നെല്ല് ഇന്നലെ ആലപ്പുഴയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നും നെല്ലുകൾ സംഭരിക്കുന്നുണ്ട്. ഒരു വിഭാഗം മില്ലുടമകളാണ് ഇത്തരത്തിൽ ഒരു സമീപനം സ്വീകരിക്കുന്നത്. അവരുമായും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നതാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചിരിക്കുന്ന കാര്യം. ഒപ്പം നെല്ല് സംഭരണം വ്യാപകമാക്കാൻ നാളെ ഈ കൃഷി വ്യവസായ മന്ത്രിമാരുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ചില മില്ലുടമകൾക്കെതിരെ വലിയ വിമർശനവും മന്ത്രി ഉന്നയിക്കുന്നുണ്ട്. കാരണം അവർ ചില ഗൂഢ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രതിസന്ധി ഏറ്റവും വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കർഷകരെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഭൂരിഭാഗം ഈ മില്ലുടമകൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അനുജ, അതാണ് നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധി തുടരുകയാണ്. മില്ലുടമകൾ ഒരു കാര്യം പറയുന്നു, സർക്കാർ മറ്റൊരു കാര്യം പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.